ഹലോ, ദാവീദ് മൂവി വിശേഷങ്ങളുമായി നമ്മുടെ കൂടെയുള്ളത് പെപ്പെ, ലിജോമോൾ ആൻഡ് ഗോവിന്ദ്. വെൽക്കം ടു മൈ ഷോ. യെസ്, എന്താണ് ഇങ്ങനെ തളർന്നിരിക്കുന്നത് ദാവീദ് വിശേഷങ്ങളുമായിട്ട്? അതെ രാവിലെ ആയിരുന്നു കുറച്ചൊരു എനർജി ഉണ്ട്. നമ്മള് ഫുഡ് അടിച്ചതിന്റെ ഒരു യെസ്, ഒരു ക്ഷീണം. ക്ഷീണായിരിക്കും. പക്ഷെ അശോകന് ക്ഷീണാവെന്ന് പറഞ്ഞ പോലെ ഏറ്റവും അല്ലേ എന്താ പറയാ, ഒരു വലിയൊരു സിനിമ തന്നെയാണ് ദാവീദ്. അത്രയും എഫേർട്ട് എടുത്തു, അത്രയും ഹാർഡ് വർക്ക് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ പോസ്റ്ററിൽ വരെ 6 പാക്ക് ആണോ അത്? എന്നത് കറക്റ്റ് ആണോ? 8 പാക്ക് ആണോ അത്? 6 ആയിരിക്കും. പറയൂ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു സിനിമ. അത് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയായിരുന്നു. കാരണം ഞാൻ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ഒരാളായിരുന്നു. അതിക്ക് മുമ്പ് RDX എന്ന് പറഞ്ഞ സിനിമയൊക്കെ അത് അത് ചെയ്തു തുടങ്ങിയപ്പോ എനിക്ക് 85 ആയിരുന്നു RDX തുടങ്ങിയപ്പോ. തീർന്നപ്പോ 96 ആയി. അപ്പൊ അത്രയ്ക്ക് നന്നായിട്ട് ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ ആ 96 ഞാൻ ഇത് തുടങ്ങുമ്പോ എനിക്ക് 96 ഉണ്ട്. അതിൽ നിന്ന് ഞാൻ 74 എത്തി, ക്ലൈമാക്സ് എത്തിയപ്പോഴേക്കും. ഡയറ്റ്, ബോക്സിങ്, പിന്നെ ജിമ്മ്, പിന്നെ ഇടയിൽ ക്രിക്കറ്റ് പ്രാക്ടീസ്, അങ്ങനെ ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് കട്ടക്ക് പിടിച്ച് അങ്ങനെ. ഇപ്പൊ ഒഫീഷ്യലി ഒരു ബോക്സർ എന്ന് പറയുന്ന ടൈറ്റിൽ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ബോക്സിംഗിലേക്ക് ഇത്രമാത്രം ഇങ്ങനെ ഇഷ്ടം വരാൻ കാരണം എന്താണ്? ഇഷ്ടം എന്നല്ല, ഈ മനുഷ്യനാണ് അതിന്റെ. പറയൂ ഡയറക്ടർ. ഞങ്ങൾ ആദ്യം വന്നിട്ട് കഥ വെച്ച് ചെയ്തു. കഥ വെച്ച് ചെയ്തപ്പോ ഫസ്റ്റ് നമ്മള് തുടക്കത്തിൽ നിന്നല്ലോ കഥ പറഞ്ഞു. ഒരു മടിയന്റെ കഥയാണ്. പുള്ളി ഓക്കെ ആയിരുന്നു, റെഡി കളിയാ പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങി. അപ്പൊ പ്രസന്റ് സാറായിരുന്നു. പക്ഷെ പിന്നെ അതിന്റെ ഫസ്റ്റ് പ്ലോട്ട് പോയിന്റ് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, പിന്നെ എസ് പറഞ്ഞുവല്ലോ, പിന്നെ തിരിച്ചു പോകാൻ പറ്റിയില്ല. പിന്നെ അപ്പൊ ബോക്സിങ് ഓതന്റിക് ആക്കണം, ട്രാൻസ്ഫോർമേഷൻ വേണം. കാരണം നമ്മൾ തിരക്കഥയില് ക്ലൈമാക്സ് ഫൈറ്റിന്റെ തോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് ഹിറ്റർ വേഴ്സസ് നല്ല ശാരീരികമായിട്ട് ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു ബോക്സർ എന്നുള്ളതാണ്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റിയിൽ എത്തുക എന്ന് പറയുന്നത് ആയിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ചലഞ്ച്. നമ്മൾ 71 ദിവസമാണ് പടം ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് 11 days ആണ് നമ്മൾ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത്. ദാറ്റ് 60ാമത്തെ ദിവസം പുള്ളി വന്നു നിന്നു ഷൂട്ട് ചെയ്തത്. അത് ഞാൻ കാണുന്നുണ്ടായിരുന്നു, കൂടെ ഉണ്ടല്ലോ. അതെ, എനിക്ക് ഭയങ്കര സ്നേഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ഫുഡ് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഇഷ്ടമുള്ള എല്ലാം മാറ്റി വെച്ച് ഞാൻ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഷൂട്ടിനിടെ. അപ്പൊ ഒരു വട്ടം പോലും പുള്ളി പറഞ്ഞില്ല നിന്റെ ഐഡിയ ആണ്, പുള്ളി ഇത് പറഞ്ഞില്ല. അതിലെനിക്ക് പുള്ളിയോട് ഭയങ്കര റെസ്പെക്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ മറ്റേ വർക്ക്ഔട്ട്, ഡയറ്റ്, എക്സസൈസ് ഒക്കെ തുടങ്ങുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു അഡിക്ഷൻ ആയിട്ട് മാറാനും വരും. ഞാനിപ്പോ അതായത് ഇവരിപ്പോ മടിയന്റെ കഥ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ ഈ മടിയന്റെ മടി മാറ്റണതായിരുന്നു കഥയുടെ യഥാർത്ഥത്തിലുള്ള ട്വിസ്റ്റ്. അപ്പൊ അത് ഞാൻ ആദ്യം അത് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ ദൈവമേ പെട്ടല്ലോ. പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭയങ്കര ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും നമുക്ക് ആദ്യം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ ലൈഫിന്റെ ഭാഗമാവും. ഇപ്പൊ നമ്മൾ രാവിലെ എണീറ്റ് നമുക്ക് ജിമ്മിൽ പോയില്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം കുറ്റബോധമായിരിക്കും. അപ്പൊ എങ്ങനെയും വൈകുന്നേരം പോകണം, ഷൂട്ട് കഴിഞ്ഞിട്ട് തന്നെ വൈകുന്നേരം പോകണം. അല്ലെങ്കിൽ ബോക്സിങ് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഞാൻ പോയിട്ട് അങ്ങോട്ട് പറയും ഇന്ന് ബോക്സിങ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള നമുക്ക് ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരു, അതായത് എന്റെ ലൈഫ് സ്റ്റൈലിൽ തന്നെ മൊത്തത്തിൽ മാറി. എന്റെ റിയൽ ലൈഫ് ശരിക്കും ചേഞ്ച് ചെയ്തു. കാരണം ഇപ്പൊ ഞാൻ ഇപ്പൊ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ ഡയറ്റ് പിടിച്ചിട്ടുണ്ട്. അത് എന്റെ റിയൽ ലൈഫിനെ മാറ്റി. ഒരു സിനിമ കൊണ്ട്, ഒരു ദാവീദ് എന്ന് പറഞ്ഞ സിനിമ കൊണ്ട് എനിക്കുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതെ, പേഴ്സണലി ഞാൻ മാറി എന്നുള്ളതാണ്. അതെ, ഇപ്പൊ മറ്റേ സിനിമയില് ചിന്താവിഷയ ശ്യാമളയില് ശ്രീനിവാസന്റെ ക്യാരക്ടർ തിരിച്ചു വരുമ്പം ഇവരെല്ലാരും പ്രതീക്ഷിച്ച ഒരു ചേഞ്ച് ഉണ്ടല്ലോ. അതേപോലെ വീട്ടുകാരൊക്കെ ഞെട്ടിണ്ടാവല്ലോ, ഭക്ഷണം വരുമ്പോ വേണ്ട ഞാൻ ഡയറ്റാണ് എന്ന് പറയുമ്പോൾ വീട്ടുകാർ ഇപ്പൊ ഞെട്ടുന്നുണ്ടോ? അത് അവരുടെ റിയാക്ഷൻ എന്താണ്? അവരൊക്കെ ഉറപ്പായിട്ടും. എന്നാലും അമ്മയൊക്കെ ഇടയ്ക്ക് കൊടുന്ന് നമ്മുടെ ഇടയ്ക്ക് ഇപ്പൊ ഷൂട്ടിന്റെ ഇടയിലൊക്കെ ആണെങ്കിൽ നമ്മൾ 1-2 പ്രാവശ്യം പോയിട്ടുള്ളൂ. കാരണം ഇതൊക്കെ ബ്രേക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴ് അമ്മ പറയുന്നത് അവിടെ ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, നമുക്ക് ആ സമയത്ത് അപ്പൊ ഒരു കഷ്ണം എടുത്ത് കഴിഞ്ഞാൽ കാലറി നോക്കും, മറ്റേ ടോട്ടൽ എടുത്ത് വെക്കുന്ന ഒരു കഷ്ണത്തിന് വളരെ കുറച്ച്, കുഴപ്പമില്ല, അതിനൊരു 1/2 മണിക്കൂർ നടന്നാൽ മതി. ഇങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു കുറച്ചാള്. ഇത്ര നല്ല സ്റ്റുഡന്റിനെ എവിടെ കിട്ടും ഡയറക്ടർ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ. അപ്പം ലിജോ പറയൂ, എങ്ങനെയാണ് ദാവീദിലേക്ക് എത്തിയത്? എന്നെ ഗോവിന്ദാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്ത് ജസ്റ്റ് എനിക്കൊരു 1 ലൈൻ പോലെ ഒന്ന് പറഞ്ഞു തന്നിട്ട് പിന്നെ ഞാൻ ബൗണ്ട് സ്ക്രിപ്റ്റ് എനിക്ക് തന്നു. വായിച്ചപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മടിയന്റെ കഥയാണ്.
മടി എന്തോ കുത്തി മാറുന്നതാണ് പറയുന്ന പോലെ കഥയെങ്കിലും. അപ്പോ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും അറിയാം, അതായത് ഒരു ഫാമിലിയിൽ ഒരു ഹസ്ബൻഡോ വൈഫോ ആരോ ആയിക്കോട്ടെ, മടിയനാണെങ്കിൽ അപ്പുറത്തെ പാർട്ട്ണറായിട്ടുള്ള ആളാണ് അതിനു വേണ്ടിയിട്ടും കൂടി സ്ട്രഗിൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഫാമിലി റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, ഷെറിൻ എന്ന് പറയുന്ന ക്യാരക്ടർ, മടിയനായ ആഷിഖ് അബുവിനെയും ചുമന്ന്, ആഷിഖ് അബുവിന്റെ ഒരു കുട്ടിയുണ്ട്. ആ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ എന്താ പറയാ, ബ്രെഡ് വിന്നർ അല്ലെങ്കിൽ ബ്രെഡ് ഓണർ എന്നൊക്കെ പറയണത് ഷെറിന്റെ ക്യാരക്ടറാണ്. എന്തെങ്കിലും നന്നായി കാണണം ഇദ്ദേഹം എന്നുള്ള ആഗ്രഹത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എത്രമാത്രം ലിജോന്റെ റിയൽ ക്യാരക്ടറിന് അടുപ്പമുണ്ട് ഈ ക്യാരക്ടർ? എനിക്ക് നന്നായിട്ട് മനസ്സിലാവുമായിരുന്നു ഷെറിന്. എന്റെ ലൈഫിൽ അങ്ങനെയൊന്നല്ല, പക്ഷെ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം വീട്ടിൽ ഞാൻ ഹസ്ബൻഡിനോടൊന്നല്ല, ഇപ്പൊ വീട്ടിൽ ആരോടെങ്കിലും ഞാൻ അടി കൂടുന്ന പോലെയൊക്കെ എനിക്കിതില് അബുവിനോട് അല്ലെങ്കിൽ പെപ്പയോട് എനിക്ക് അടി കൂടാനൊക്കെ പറ്റി. അത് വീട്ടിൽ നമ്മള് എല്ലാ വീടുകളിലും സ്വാഭാവികം, എനിക്ക് തോന്നുന്നു ഗോവിന്ദന്റെ വീട്ടിലൊക്കെ ഉണ്ടാവും ആ രീതിക്കുള്ള അടികളാണ്. ഇപ്പം ജോലിക്ക് പോകാത്തതിനോ അല്ലെങ്കിൽ പറഞ്ഞ പണി ചെയ്യാത്തതിനോ അങ്ങനെ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. ഒരു അടി ഉണ്ടാവും ദിവസം, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ അടി ഉണ്ടാവും, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹമാണ്. വളരെ സപ്പോർട്ട് ചെയ്യുന്ന വൈഫാണ്. അതെ അതെ 100%. പറഞ്ഞില്ലേ വഴക്കൊക്കെ പറയുന്നു. അങ്ങനെ എത്ര ചീത്ത കേട്ടു മൊത്തത്തിൽ. കൊറേ ഉണ്ട്. അതെ. അപ്പൊ ഈ സിനിമ തുടങ്ങിയതിനെ പറ്റിയിട്ട് പറയാം. ആക്ച്വലി പടം ചെയ്യാന്നുള്ളതാണ്, അതായിരുന്നു ഭയങ്കര ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അപ്പോഴൊരു ബോക്സിംഗ് ഫിലിം എഴുതിക്കൂടെ എന്നൊരു ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ ഒരു ന്യൂസിൽ നിന്നാണ് ആക്ച്വലി ആ കഥ ക്രാക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ദീപുവിന്റെ അടുത്ത് ബൗൺസ് ചെയ്ത് കഥ. ദീപു കം അപ്പ് വിത്ത് സം ഗുഡ് ഐഡിയാസ്. എന്നിട്ട് നമ്മൾ ആ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ആ പ്രോജക്റ്റ് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട. അപ്പോൾ ഞാൻ വാലിബൻ നടക്കുന്ന സമയമായിരുന്നു, മലയക്കോട്ടെ വാലിബൻ. ഞാൻ സെഞ്ചുറി കൊച്ചുമോൻ സാറിനെ, ഷിബു സാറിനെ, അച്ചു ബേബി ജോണിനെ കണ്ടിട്ട് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കൊച്ചുമോൻ സാറ് പറഞ്ഞു, അച്ചുവും പറഞ്ഞു, നമുക്ക് പെപ്പേനെ ഇടാമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം എൻ്റെ ഈ ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയൊരു പോയിന്റ് ഉണ്ട്. സിനിമ സംഭവിക്കും എപ്പോൾ ക്രിയേറ്റിവിറ്റി മീറ്റ്സ് ക്യാപിറ്റൽ. അപ്പൊ സിനിമ സംഭവിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ക്യാപിറ്റൽ ഈസ് ഹിയർ. ഇനി പെപ്പെ, അതെ ഇതാണ് ക്യാപിറ്റൽ. പെപ്പെ വന്നാൽ പടം ഓണാണ്. അപ്പൊ തന്നെ ചേസ് ചെയ്തു, പിടിച്ചു, കഥ പറഞ്ഞു. പുള്ളിക്ക് 2 കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. 3ാമത്തെ കമ്മിറ്റ്മെന്റ് അതായത് 2 കമ്മിറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ പറഞ്ഞോടാ, ഞാൻ ഈ ടൈമിൽ ഞാൻ റെഡിയാണ് ചെയ്യാമെന്ന്. അതിലൊരെണ്ണം തീർത്തിട്ട് പുള്ളി വന്നു. മെയ് മാസം മുതൽ പുള്ളി ട്രെയിനിങ് തുടങ്ങി. ജൂണിൽ ഞാൻ ഷൂട്ട് തുടങ്ങി. ജൂണിൽ ഭയങ്കര ടഫായിരുന്നു, കാരണം ജൂൺ ജൂലൈ ഷൂട്ടായിരുന്നു. ആ ടൈമിലും പുള്ളി അതൊക്കെ പിടിച്ചു. പിന്നെ ക്ലൈമാക്സ് ഒക്ടോബറിലാണ് ഷൂട്ട് ചെയ്തത്, പുള്ളിക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്. ദെൻ ദാവീദ് ഹാപ്പൻസ്. ഇതിൽ ശരിക്കും എത്ര ഇടി ശരിക്കും കിട്ടി? അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. ആണോ? അത് ഓൾറെഡി പഠിച്ചത് കൊണ്ടായിരിക്കും. അങ്ങനെയല്ല, 1-2 കിട്ടി. അത് നല്ല സുഖമായിരുന്നു. ഞങ്ങൾ സേഫ് ആയിട്ടാ ഷൂട്ട് ചെയ്തത്. മൂക്കിനൊരെണ്ണം കിട്ടിയായിരുന്നു. ഡയറക്ടർ ദൂരേക്ക്. പുള്ളി അപ്പുറത്തല്ലേ ഇരിക്കണേ, സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണല്ലോ. എനിക്ക് ഒരെണ്ണം കിട്ടിയായിരുന്നു, നല്ല ഒരെണ്ണം കിട്ടിയായിരുന്നു മൂക്കിന്. ഒരു പഞ്ച് കിട്ടിയിട്ട് എന്റെ കിളി പോയി ശരിക്കും. ഞാൻ ഓടി, കാരണം കണ്ണീന്ന് പൊന്നിച്ചോ എന്നൊക്കെ പറഞ്ഞ, കണ്ണീന്ന് വെള്ളം വരും നമുക്ക് ഇങ്ങനെ ഇടി കൊണ്ടിട്ട്. ഇങ്ങനെ എന്താന്ന് മനസ്സിലാവില്ല. നല്ല ഞാൻ ചോര വന്നു വിചാരിച്ച മൂക്കിന്ന്, പക്ഷെ ചോരയൊന്നും വന്നില്ല. അതിന് കുറച്ച് കഴിഞ്ഞപ്പോ മാറിയിട്ടാ. അത് കുറച്ച് നേരത്തേക്കുള്ളൂ. പിന്നെ വേദന ഉണ്ടാവും 2-3 ദിവസത്തേക്ക്. ഒരു ചെറിയ നീരും, ആരെങ്കിലും വന്ന് ഇങ്ങനെ വെറുതെ വന്ന്, അല്ലെങ്കിൽ നമ്മൾ തന്നെ കൈ കൊണ്ട് അറിയാണ്ട് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വേദന എടുക്കും. അതൊരു 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. പിന്നെ ഇടി കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ കിളി പോകും കുറച്ച് നേരത്തേക്ക്. കിളി തിരിച്ചു വന്നെങ്കിൽ കുറച്ചു നേരം കഴിയണം, അല്ലെങ്കിൽ വേറൊരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാവും. അങ്ങനെ അധികം അപകടങ്ങളോ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം മാത്രമേ എനിക്ക് പറയാം. സാധാരണ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ട്രെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്താ, അത് കഴിഞ്ഞാൽ പിന്നെ അത് വിടുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. പക്ഷെ ഇതിൽ ശരിക്കും ബോക്സിങ് അത്രത്തോളം ഇഷ്ടപ്പെട്ടാണല്ലോ ഒഫീഷ്യലി അങ്ങനെ ഒരു ഇതിലേക്ക് മാറുന്നത്, ബോക്സർ എന്ന രീതിയിൽ. അപ്പൊ ആ ബോക്സിംഗിൽ ഏറ്റവും ഹുക്കായി ചെയ്ത ഒരു പോയിന്റ് ഏതാണ്? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം? എനിക്ക് ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് പഞ്ചസ് ഉണ്ട് ബോക്സിങ്ങില്. അത് പഠിച്ചാലാണ് ബോക്സിംഗ് പഠിക്കാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് ഈ ലീവിങ് പരിപാടികളുണ്ട്, ഒഴിഞ്ഞു മാറുന്ന പരിപാടികൾ. അത് ചെയ്ത് അതിന്റെ ഇത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ബോക്സിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. കാരണം എനിക്ക് ഒഴിഞ്ഞു മാറാനോ ഓടി മുങ്ങാനൊക്കെ ഭയങ്കര കഴിവുള്ള കാരണം അപ്പൊ ആ ഒരു സംഭവം പഠിച്ചു തുടങ്ങിയപ്പോ എനിക്ക് ഭയങ്കര, ഞാൻ വിളിക്കാൻ തുടങ്ങി.
സാധാരണ ഇന്ന് ബോക്സിംഗ് ഉണ്ടല്ലോ എന്നുള്ള ഇതിന് പകരം ഇന്ന് ബോക്സിംഗ് ഇല്ലേ, അവര് വിളിക്കല്ലേ, ഇന്ന് വരില്ലേ, അവര് വന്നില്ലെങ്കിൽ ഞാൻ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി, ഇന്ന് എന്താ ബോക്സിംഗ് വരാത്തെ, കാരണം എനിക്ക് ഇത് ചെയ്യാൻ വേണ്ടി. ഇവര് പഞ്ചസ് ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല. അതെങ്ങനെയെങ്കിലൊക്കെ ഓടിച്ചിട്ട് കള്ളത്തരം കാണിച്ച് തീർന്നിട്ട് ലീവിങ് പരിപാടിയിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഞാൻ നിന്ന് ചെയ്യാം. അങ്ങനെയാണ് എനിക്ക് ബോക്സിങ്ങിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയത്. എങ്ങനെ ഉണ്ടായിരുന്നു അന്നൊരു മാച്ച് നടന്നത്, ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആദ്യമായിട്ടല്ലേ അങ്ങനെ? ഭയങ്കര മാച്ചായിരുന്നു. അല്ല, അതിക്ക് മുമ്പ് ഞങ്ങൾ ഇഷ്ടം പോലെ ശരിക്കും സ്പാർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്നെ പഠിപ്പിക്കുന്ന കോച്ച്, മെയിൻ കോച്ചിന്റെ പേര് ജിതിൻ എന്നാണ്. ഞാൻ പുള്ളി ദുബായിലാണ്. അപ്പൊ ഞാൻ 2-3 പ്രാവശ്യം ദുബായിൽ പോയിട്ട് ഞാൻ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ അടുത്ത്. പുള്ളിയാണ് പഞ്ചസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണത്. പിന്നെ പുള്ളിയുടെ അസോസിയേറ്റ് ഉണ്ട് ടിൻസൺ. ടിൻസനായിട്ട് ജിതിൻ ചേട്ടൻ ഒരു 6 പോയിന്റ് സംതിങ് ഉണ്ട്. പുള്ളിയായിട്ട് സ്പാർ ചെയ്യൂല. പുള്ളിയുടെ അടുത്ത് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ചതക്കും ചിലപ്പോ. അപ്പൊ ടിൻസൺ എന്നെക്കാൻ ചെറുതാ, അത് കാരണം ടിൻസനായിട്ട് ധൈര്യമായിട്ട് സ്പാർ ചെയ്യും, ടിൻസനായിട്ട് കൊടുക്കുകയും ചെയ്യും. പുള്ളി എന്നെ ഇടിക്കാത്തതാ, കാരണം പുള്ളിയുടെ ഇടിയൊക്കെ എനിക്ക് എന്തായാലും ഭയങ്കര സ്പീഡാ പുള്ളിയൊക്കെ, ഫുൾ മൂവ്മെന്റാ. പുള്ളി ഞാനൊരു പാവമല്ലെന്ന് വിചാരിച്ചിട്ട്, പിന്നെ സിനിമയിൽ അഭിനയിക്കാനുള്ള ആളെന്ന് വിചാരിച്ചിട്ട് അല്ലാതെ വിട്ടുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇടിക്കുന്ന ശരിക്കും പ്രോപ്പർ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ചോര വീഴും. പ്രൊഫഷണൽ ബോക്സിംഗ് എന്തായാലും ചോര വീഴും. ഡയറക്ടർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ല, പുള്ളി ആക്ച്വലി ബോക്സ് ചെയ്ത സമയത്ത് നമ്മൾ ക്ലൈമാക്സ് ഫൈറ്റ് ഡിസൈൻ ചെയ്തിരുന്നു. പ്രഭു മാസ്റ്റർ ഒരു ഡിസൈൻ കം അപ്പ് വിത്ത് നൈസ് ഐഡിയ. പുള്ളി നമ്മൾ ഒറിജിനൽ ബോക്സേഴ്സിനെ വെച്ചിട്ട് നമ്മൾ കൊറിയോഗ്രാഫി ചെയ്ത് എന്നിട്ടാണ് ഇവരെ രണ്ടുപേരെയും പഠിപ്പിച്ചെടുത്തത്. അപ്പം ക്ലൈമാക്സ് ഈ ഷൂട്ടിന് മുമ്പ് തന്നെ ഏറെക്കുറെ ക്ലൈമാക്സ് ഫൈറ്റ് നമ്മുടെ സെറ്റായിരുന്നു. അപ്പൊ അത് ചെയ്യിപ്പിക്കുന്നതിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്യാനൊക്കെ പോയി നിൽക്കുമ്പോൾ തന്നെ ഇടി മേടിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. അത് പെട്ടെന്ന് നമ്മൾ OTS ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴേക്കും അടി വന്ന് വീഴുന്നത്. അപ്പൊ കുറച്ച് ടഫായിരുന്നു പരിപാടി. അതെ, ജോന് ശരിക്കും 2025 വളരെ സക്സസ്ഫുൾ ഒരു ഇയർ ആണ്. തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പോയിന്റില് എന്താണ്, ഹൗ ഡു യു ഫീൽ? സന്തോഷമുണ്ട്. ഇപ്പം 2025 ആദ്യം ഇറങ്ങിയത് പൊന്മാനാണ്. അത് നന്നായി പോകുന്നുണ്ട്, നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദാവീദും അത് ആവർത്തിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനും ഞങ്ങളെല്ലാവരും. പെപ്പയുടെ കൂടെയുള്ള വർക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമായിരുന്നു. നല്ലൊരു ഫ്രണ്ടാ. ഇപ്പൊ എനിക്ക് യൂഷ്വലി ഞാൻ അങ്ങനെ സെറ്റിലൊക്കെ പോയാൽ കുറച്ച് സമയം എടുക്കും ആളുകളായിട്ട് മിങ്കിൾ ചെയ്തൊക്കെ വരാൻ. പക്ഷെ അത് മനസ്സിലാക്കിയിട്ടാണ് ഇവനായിട്ട് എൻ്റെ അടുത്തൊന്ന് സംസാരിച്ച് ഡെയിലി വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ എനിക്ക് 2-3 ദിവസത്തിൽ ഞങ്ങൾ കൂട്ടായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടി വിളിച്ചുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. നല്ല നല്ല ഫ്രണ്ട്ലി ആണ്. ഞങ്ങൾ എങ്ങനെയാണോ ആ ക്യാരക്ടേഴ്സ് എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെയാണ്. പാടാ പോടാ. ഈ ഡയറക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റിൽ? വളരെ അടിപൊളി, ഭയങ്കരമായിരുന്നു. ഞാൻ ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡയറക്ടറിനോട് വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞു, നമ്മുടെ സെറ്റ് മുഴുവനും ഓണാക്കി നിർത്തിക്കൊണ്ടിരുന്നത് ഗോവിന്ദ. കാരണം നമ്മളിപ്പോ ഒരു ഷോട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത ഷോട്ട് എടുക്കുന്നതിന് ഒരു ബ്രേക്ക് ഉണ്ടാവും, ക്യാമറ മാറ്റുന്നതായിക്കോട്ടെ ആംഗിൾ മാറ്റുന്നതിനൊക്കെ. ആ സമയത്ത് വരെ പാട്ടിട്ട് ഫുൾ ടീമിനെ ഓൺ ആക്കി നിർത്തി. അങ്ങനെയാണ് നമ്മുടെ ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. അതും വളരെ എൻജോയ് ചെയ്താണ് ഗോവിന്ദ് ഷൂട്ട് ചെയ്തോണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫുൾ ടീം അങ്ങനെയായിരുന്നു. അപ്പം ഗോവിന്ദ് തന്നെ അങ്ങനെ ആകുമ്പോൾ ബാക്കി ടീമും അങ്ങനത്തെ കൂടെ അങ്ങനെ നിൽക്കും. ഇത്രയും എനർജിയില് ഷൂട്ട് തീരുന്നവരെ, ഈവൻ ക്ലൈമാക്സിൽ വരെ പാട്ടിട്ടിട്ടുണ്ട്. ബോക്സിങ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വരെ പാട്ടിട്ട് ഓരോരുത്തർക്കും വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ജസ്റ്റിന് വേണ്ടിട്ടൊക്കെ പാട്ട് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് അത്രയും എൻജോയ് ചെയ്താണ് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. ഭയങ്കര അടിപൊളിയാ. ഫസ്റ്റ് ടൈം ഡയറക്ടർ, ഡെബ്യൂ ഡയറക്ടർ. ടെൻഷനും കാര്യങ്ങളൊന്നും ശരിക്കും ഭയങ്കര കൂളായിരുന്നു. അത് ആ ഉള്ള സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു? ഇല്ല, നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ലാസ്റ്റ് 8 years നമ്മൾ ട്രൈ ചെയ്തത്. സോ അത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുക. എൻ്റെ ഫ്രണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ബെസ്റ്റ് വേ ഓഫ് ഫിലിം മേക്കിംഗ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ചെയ്യാന്നുള്ളത്. ഇത് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ്. അത് ഭയങ്കര, കാരണം നമ്മൾ ഭയങ്കര ആക്ഷൻ ഫിലിംസ് ഇഷ്ടമാണ്. അപ്പം ഞാൻ എൻ്റെ വൈഫിനെയും കൊണ്ട് ആക്ഷൻ സിനിമകൾ കാണാൻ പോകും. ഞാൻ ലാസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ കാണാൻ പോയി. അന്ന് പച്ച പള്ളു വിളിച്ച് കുറച്ച് വയലൻസ് ആയിപ്പോയി. അപ്പം ഞാൻ അന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നമ്മളൊരു പടം ചെയ്യും, അപ്പോൾ ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റുന്ന ആക്ഷൻ പടമായിരിക്കും, സ്ത്രീകൾ വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ഷൻ പടമായിരിക്കും. അപ്പം ദാറ്റ്സ് മൈ ട്രൈ. അപ്പം അത് വന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. 14-ാം തീയതി അറിയാം അത് എന്താണ്. ഐ എം ഓപ്പൺ ടു ടേക്ക് ദ റിവ്യൂസ്. എന്താണ് ആളുകൾക്ക് എങ്ങനെയാണ് ദാവീദ് കണക്ട് ആയിരിക്കുന്നത്. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് കൊണ്ട് നടന്ന ആ
പ്രൊഡക്റ്റ് 14-ാം തീയതി തൊട്ട് ജനങ്ങളുടെ. അതെ. അപ്പം തിരിച്ച് എങ്ങനെയാണത് ബൗൺസ് ബാക്ക് ചെയ്യുന്നതെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. യെസ്. ഇപ്പൊ ഞാൻ വിചാരിക്കണം, ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടല്ലോ, ഇപ്പൊ ബോക്സിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പോർട്സ് റിലേറ്റഡ് മൂവീസ് വളരെ കുറവാണല്ലോ നമ്മുടെ മലയാളത്തില്. അപ്പൊ ഇങ്ങനെ സിനിമകൾ കാണുമ്പോൾ കുറെ കുട്ടികൾക്കെങ്കിലും ബോക്സിങ് പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ത്വര വരിക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സിനിമകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങേണ്ടത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നാണ് തോന്നുന്നത്. RDX ഇറങ്ങി കഴിഞ്ഞപ്പോ കരാട്ടെ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ദാവീദ് ഇറങ്ങി കഴിയുമ്പോ ബോക്സിംഗ് പഠിക്കാൻ. പിന്നെ ഒരു മാർഷൽ ആർട്ട് പഠിക്കുന്നത് നല്ലതാണ് ആരായാലും. ഒന്ന് അവര് ഫിറ്റായിരിക്കും, രണ്ട് ഭയങ്കര മൈൻഡിന് ക്ഷമയുണ്ടാവും ഭയങ്കരമായിട്ട്. പിന്നെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ചെറിയ ഒരു കുറച്ചു നേരമെങ്കിലും ഒരു പ്രതിരോധം അത് കഴിയുമ്പോ ഓടാം. അത് ഈ ബോക്സിംഗിൽ നിക്കുന്നതും ഭയങ്കര നോർമൽ നിക്കണ പോലെ അല്ലല്ലോ, ഈ പറഞ്ഞ സ്റ്റാൻസ്. അത് ബാലൻസ് ചെയ്ത് നിക്കണം നമ്മള്. ഒരാൾ വന്ന് തള്ളിയാൽ നമ്മൾ വീഴാത്ത രീതിയിലായിരിക്കും ബോക്സിംഗിൽ നിക്കുക. ടോയില് കുത്തി നിൽക്കും. പെട്ടെന്ന് തള്ളിയാലും നമുക്ക് ആ ഒരു ബാലൻസ് ഉണ്ടാവും. ഒരു കാലം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നിൽക്കുക. കാലിന്റെ പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെ. അപ്പം എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി ഇപ്പൊ അതല്ലെങ്കിലും വെറുതെ ഇരിക്കുമ്പോ കൂടി പുറകുന്ന് പെട്ടെന്ന് ഒരാൾ വന്നു ഇടിച്ചാല് നമ്മൾ പെട്ടെന്ന് ആ ഒരു റിയാക്ഷൻ ഒന്നും ഇടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. ആദ്യം മേടിക്കുക, നെക്സ്റ്റ് നിമിഷം കല്ലുണ്ടെങ്കിൽ കല്ലെടുത്തെറിയുക, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാം. വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പം ലിജോയിലേക്ക് ഓരോ സിനിമകള് വരുന്ന സമയത്ത് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഇത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ഒരു പോയിന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കഥ കേൾക്കും, കഥ ഇൻട്രസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടുന്ന ക്യാരക്ടർ ആ കഥയ്ക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് നോക്കും. അതല്ലാണ്ട് അതാണ് മെയിനായിട്ട് നോക്കുക. കഥ നല്ലതാണോ, ആ ക്യാരക്ടർ നല്ലതാണോ, എന്താ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ, അല്ലെങ്കിൽ രസമുള്ള ക്യാരക്ടറാണ്. ഇപ്പം ഞാൻ ചെയ്യാത്ത തരം ക്യാരക്ടേഴ്സ് ആണോ എന്ന് നോക്കാറുണ്ട്. കാരണം ചെയ്തത് ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യണ്ട എന്നുള്ളൊരിതിൽ ചെയ്യാത്ത പോലത്തെ ക്യാരക്ടേഴ്സ്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ. ഇപ്പം ലൈഫ് ആഫ്റ്റർ ജയ് ഭീം നോക്കുകയാണെങ്കിൽ എത്രമാത്രം മാറിയിട്ടുണ്ട്? ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ജയ് ഭീം ഇറങ്ങി 3 വർഷത്തിന് മേലെ. ഇപ്പോഴും ഇന്റർവ്യൂസിന് വരുമ്പോ നിങ്ങൾ എല്ലാരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ജയ് ഭീം. അതെ. അപ്പോ അത്രയും ഇമ്പാക്ട് സിനിമ എനിക്ക് ഒന്ന് സൊസൈറ്റിക്ക് ആയാലും ഞങ്ങൾക്കൊക്കെ പേഴ്സണലി ആയാലും അത്രയും ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മാറി. ഇപ്പം ഞാൻ ജയ് ഭീം സംഭവിക്കുന്നത് ഞാൻ എൻ്റെ ഷൂട്ട് അല്ലെങ്കിൽ ഞാൻ സിനിമ വിടാം എന്നുള്ള ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ വിളിച്ച് എന്നെ ഓഡിഷന് വിളിച്ച് അങ്ങനെ ഞാൻ പോയി അറ്റൻഡ് ചെയ്തതാണ് ജയ് ഭീം. അപ്പോൾ ജയ് ഭീം കാരണമാണ് ഞാൻ വീണ്ടും മലയാളത്തിലേക്ക് വന്നതും വീണ്ടും തമിഴിൽ സിനിമകൾ ചെയ്യാൻ തുടങ്ങിയതൊക്കെ ജയ് ഭീമിന് ശേഷമാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ അന്നേ സിനിമ നിർത്തി വേറെ പണി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, നെറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. യൂണിവേഴ്സിന്റെ ഒരു മെസ്സേജ് ആയിരിക്കണം, അതായത് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് വരൂ ആയിരിക്കും. അല്ല, എനിക്ക് 2 തവണ ഞാൻ സിനിമയിൽ വരുന്നത് ഞാൻ ആഗ്രഹിച്ചു വന്ന ആളൊന്നുമല്ല. അതും ഒരു തമാശ പോലെ ഫോട്ടോ അയച്ചു അങ്ങനെ വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ തന്നെ നിക്കണം എന്നുള്ളത് എന്തോ ഒരു ഇത് ആണെന്ന് തോന്നുന്നു. ഓഡിഷൻ കണ്ട് വെറുതെ റാൻഡം അയച്ചതാണോ? വെറുതെ അയച്ചതാ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വെറുതെ അയച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഓഡിഷന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തമാശക്ക് അയച്ചതാ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞത്, ഉണ്ണിമായി ചേച്ചിയോട്. ഉണ്ണിമായി ചേച്ചി പറഞ്ഞില്ല കുഴപ്പമില്ല, എന്തായാലും ഞങ്ങൾക്ക് ഫോട്ടോ ഇഷ്ടപ്പെട്ടു, വന്നൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി, ഇനി കിട്ടിയാലും വേറെ ആരും അറിയില്ല, നമ്മൾ ഇത്ര പേരെ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഞാൻ. അപ്പം വീട്ടിൽ അമ്മ ബഹളായി, നിനക്ക് എന്നുവെച്ചാൽ ഞാൻ അഭിനയിക്കുമ്പോൾ എൻ്റെ വീട്ടിലൊന്നും ആർക്കും അറിയില്ല, എനിക്കറിയില്ല, ഞാൻ അഭിനയിച്ചിട്ടില്ല ഒന്നിലും, നാടകമോ അല്ലെങ്കിൽ മിമിക്രിയോ മോണോ ഈ പറഞ്ഞ ഒരു പരിപാടിയും അഭിനയമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയില്ല, ഞാൻ സ്റ്റേജിൽ കയറാത്ത ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ഓഡിഷന് വേണ്ടിയിട്ട് ഫോട്ടോ വെച്ചു എന്ന് പറയുമ്പോൾ വീട്ടിലും ഷോക്കായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ ചേച്ചിയെ വിളിച്ചു, ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഇല്ല, വീട്ടിലെ പ്രശ്നമാണ്, എനിക്ക് ഹൈറ്റ് ഇല്ല, എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല, അങ്ങനെ എൻ്റെ നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല, ഒന്ന് വന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണിമായി ചേച്ചി അത്രയും നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓഡിഷന് പോലും വന്നത്. ഓഡിഷന് ഞാൻ എന്താ ചെയ്തെന്ന് ഇപ്പോഴും എനിക്കറിയില്ല, എന്തുകൊണ്ട് എന്നെ സെലക്ട് ചെയ്തു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, ദിലീഷ് ചേട്ടനോട് ചോദിക്കണം. അപ്പൊ അങ്ങനെ സിനിമയിൽ വന്ന ഒരാളാണ് ഞാൻ. പിന്നെ വീണ്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ നിർത്തി തിരിച്ച് പഠിക്കാൻ പോവാം, PhD നോക്കാം എന്നുള്ള പോയിന്റിൽ നിൽക്കുമ്പോൾ വീണ്ടും ഇതേപോലെ ജയ് ഭീമിന്റെ ടീമാണെങ്കിലും ആദ്യം ഓഡിഷൻ വിളിച്ചപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. അവര് വീണ്ടും വിളിച്ചു, രണ്ടാമത് വീണ്ടും വിളിച്ച് ഒന്ന് വന്ന് ജസ്റ്റ് ഈ ഒരു സീൻ മാത്രം നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഒന്ന് വരൂ എന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ പോയി നോക്കിയത്. അന്നാണെങ്കിലും എനിക്ക്
അത് തമിഴിലൊരു കുറച്ചധികം ലെങ്തി ഒരു ഡയലോഗാണ്. അപ്പൊ എനിക്ക് അന്ന് തമിഴ് മനസ്സിലാവുന്നേ ഉള്ളൂ, എനിക്ക് പറയാൻ അറിയില്ല. അപ്പൊ ഞാനത് പെർഫോം ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നേ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പോഴേ അതവിടെ തീരേണ്ടതാ. പക്ഷെ അന്നും ഡയറക്ടർ എന്നോട് പറഞ്ഞു നിനക്ക് ഇതിന്റെ കണ്ടന്റ് മനസ്സിലായി എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നീ മലയാളത്തിൽ പറഞ്ഞ് പെർഫോം ചെയ്തോളൂ എന്ന് പറഞ്ഞ് മലയാളത്തിൽ ഞാൻ ആ ഡയലോഗ് മുഴുവൻ എൻ്റെതായ രീതിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പെർഫോം ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ജയ് ഭീം ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ടെണ്ണവും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയതൊന്നുമല്ല. എന്തോ വീണ്ടും അവസ്ഥയിലാണ് ഇപ്പൊ സിനിമകള് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടോ? തീർച്ചയായിട്ടും. ജയ് ഭീമിന് ശേഷം എനിക്ക് എന്റെ കാര്യത്തിൽ ഇപ്പൊ എന്നിലൊരു കോൺഫിഡൻസ് എനിക്ക് വന്നത് ജയ് ഭീമിന് ശേഷമാണെന്ന് പറയാം. ഓക്കെ, എന്നെ കൊണ്ട് ഇതുപോലെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റും, ഞാനൊരു ആക്ടർ ആണ് എന്ന് എനിക്കൊരു കോൺഫിഡൻസ് തോന്നി തുടങ്ങിയത് സത്യത്തിൽ ജയ് ഭീമിന് ശേഷമാണ്. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഇപ്പൊ സിനിമ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ ലിജോ ചെയ്യാം എന്ന് ഏത് പോയിന്റിലാ തീരുമാനിച്ചേ? ഗേൾ നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന ഒരു ഔട്ട്ലുക്ക് ലിജോയ്ക്കുണ്ട്. അത് ഞങ്ങള് ഈവൻ ഇപ്പൊ ഈ ജയ് ഭീമിന് മുമ്പും ലിജോനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ്. ഏറെക്കുറെ കുറെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നായികയുടെ ഫസ്റ്റ് ചോയ്സ് ലിജോ മോളെ പുള്ളിക്കാരി ഓക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും ആക്ച്വലി കുറച്ച് എളിമയോട് പറഞ്ഞാൽ തോന്നുന്നു ഭയങ്കര പെർഫോമർ തന്നെയാണ്, അതിനകത്തൊരു ഡൗട്ട് കിട്ടുക. സീരിയസ്ലി അസിസ്റ്റന്റ് ഡയറക്ടർ പിള്ളേര് എനിക്കൊന്ന് മൂവാറ്റുപുഴയല്ലേ വീട്, തൊടുപുഴ മുണ്ടക്കെ, അവിടെ തിയേറ്ററിൽ ഫ്ലെക്സ് വെക്കണമെന്ന് പറഞ്ഞിരിക്കുക. എല്ലാരും ഒബ്വിയസ്ലി ഞങ്ങളും സീരിയസ്ലി, കാരണം നമ്മളങ്ങനെ ബേസിക്കലി പടത്തിൽ അഭിനയിച്ച എല്ലാരും അടിപൊളി ആക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാരും തിരക്കഥ വായിച്ചിട്ടാണ് വരുന്നത്. ആ സീൻ എന്താണെന്ന് പെർഫോമൻസ് അപ്പൊ അവര് അവരുടെ സീരിയസ്ലി നമ്മുടെ സാന്റിയാഗോയുടെ പരിപാടി ഫാനാണ്, കട്ട ഫാനാണ്. അത് കലക്കം പിന്നെ നമുക്കവിടെ പോയി പൊളിക്കാം. തിയേറ്റർ വിസിറ്റ് അവിടെ എടുക്കണം. ഭയങ്കര രസമായിട്ടാ പെർഫോം ചെയ്തത്. നമുക്കങ്ങനെ കറക്ഷൻ പോലും ഇല്ലായിരുന്നു. ഓക്കെ ഓക്കെ, ഇവരുടെ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഇവരുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവർ പെർഫോം ചെയ്യുമല്ലോ, അത് കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ പറയുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലല്ലോ, അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും മനോഹരമായിട്ട് അഭിനയിക്കുകയാണല്ലോ. അപ്പൊ ഇതെന്നെ അടുത്ത പടത്തിൽ സാധനമാണല്ലോ. അങ്ങനെ കുറെ തവണ തോന്നിയിട്ടുണ്ടാവും അല്ലേ? അല്ല, ഞാൻ ഭയങ്കര ആയിട്ട് എൻജോയ് ചെയ്ത്, കാരണം ഞാൻ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളുകളുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി പടത്തില്. ഞാൻ ഭയങ്കര വിജയരാഘവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാനാണ്. അപ്പം ചേറാടി കറിയ എന്ന് പറയുന്ന ക്യാരക്ടർ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ക്യാരക്ടറാണ്. അയാളെ പോലെ ക്യാരക്ടർ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കണ്ണു പോയാൽ എനിക്ക് പുല്ലാടാന്ന പുള്ളിയുടെ ക്യാരക്ടർ പറയുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര, ഞാൻ പുള്ളിയുടെ കഥ പറയാൻ പോയപ്പോ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു, സാർ ഇത് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സാറിൻ്റെ അടുത്ത് കഥ പറയുക എന്നുള്ളതായിരുന്നു എനിക്ക് അപ്പോൾ ഉള്ളൊരു ഏറ്റവും വലിയ മൊമെന്റ്. അപ്പം പുള്ളി വന്നു കഴിയുമ്പോൾ ഹെഡ് മാസ്റ്റർ വന്ന ഫീലായിരുന്നു ഞങ്ങൾക്ക്. അതായത് ഒരു കുറെ നാളത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടാ ലിജോ പിന്നീട് പൂത്തോട്ടയിൽ ഷൂട്ട് ചെയ്തത്. അപ്പൊ ലിജോ വരുമ്പോ ഞങ്ങളിങ്ങനെ സാർ ആന്റണി അഭിനയിച്ചോണ്ടിരിക്കുന്നത്, നിനക്കെന്നാ പറ്റുന്നു ലിജോ എന്റെ അടുത്ത്. അതെ, ഇത്രയും ദിവസം വിജയരാഘവൻ ചേട്ടൻ ഉണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾ വിളിച്ച് ശീലിച്ചു പോയെന്നാ എനിക്ക് പെട്ടെന്ന് ആന്റണിയോട് റെസ്പെക്ട് കൂടിയെന്നാ ഞാൻ വിചാരിച്ചു. അപ്പൊ അതൊരു രസമായിരുന്നു. അപ്പൊ പുള്ളി സൈജുവേട്ടൻ ആക്ച്വലി ലാസ്റ്റ് മിനിറ്റ് ഇന്നായിരുന്നു. അപ്പൊ അത് ആക്ച്വലി ഒരു വേറൊരു ആക്ടറാ ചെയ്യാനിരുന്നത്. അപ്പം ലിജോയുടെയും പുള്ളിയുടെയും ഡേറ്റ് ക്ലാഷ് ആയി. അപ്പൊ കൊച്ചുമോൻ സാർ എന്റെ അടുത്ത് ഒറ്റ ചോദ്യം ചോദിച്ചു, ഇതിലാര് വേണം? ഗോ ഫോർ ലിജോ. അപ്പൊ സൈജുവേട്ടൻ ഞാനപ്പോ പുള്ളി പറഞ്ഞ എന്റെ അടുത്ത്, എന്നാ ശരി ഇത് ഉറപ്പിക്കട, ഇനി മാറ്റി പറയരുത്, ഓക്കെ എന്ന് പറഞ്ഞപ്പോ സൈജുവേട്ടൻ ശരിക്കും സൈജുവേട്ടനായിട്ട് അഭിനയിക്കാൻ വന്നേ പടത്തി. വേറൊരു റോള് അതിപ്പോ ലിച്ച് ചെയ്ത് അത്. അപ്പൊ സൈജുവേട്ടനായിട്ട് അഭിനയിക്കാൻ വന്നേ. അപ്പൊ സൈജുവേട്ടൻ എന്റെ അടുത്ത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഇനി സൈജു കുറിപ്പ് ആരും ചെയ്തു, ഇനി സൈജു കുറിപ്പ് ഇല്ല, ലിച്ച് ചെയ്തു. അപ്പൊ അങ്ങനെയായിരുന്നു അത്. പക്ഷെ ഞാൻ തീവണ്ടിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, കൽക്കിയിൽ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോ അതിൽ ഏറ്റവും കുറവ് ചീത്ത കേൾപ്പിച്ചിട്ടുള്ള ആളാണ് സൈജുവേട്ടൻ. 8 മണി എന്ന് പറഞ്ഞാൽ 7:55 വന്ന് നിൽക്കും. നമുക്ക് പുള്ളിയുടെ പേസി നോക്കാനേ നാണക്കേടുള്ളൂ, എന്തിനാണ് എന്റെ നേരത്തെ വിളിച്ചുകൊണ്ടിരുത്തിയത്. അപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ആളെ ഒരു സീനിലെങ്കിലും വെക്കാനായിട്ട് ഞാൻ പോയി ചോദിച്ചത്. പക്ഷെ പുള്ളി പെട്ടെന്ന് മാറിയപ്പോ എന്നെ പുള്ളി വിളിച്ച്. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ പുള്ളി ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ അത് ഷൂട്ടിന് 2 ദിവസം മുമ്പാ, 24 ഷൂട്ട് 22. ഞാൻ ഫോൺ എടുത്തപ്പോ പുള്ളി പറഞ്ഞു, എന്താടാ? ഞാൻ ആരാ?
എടാ ഞാൻ സൈജു കുറുപ്പാ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞ ആക്ടർ പോയി. അപ്പൊ പുള്ളി വിചാരിച്ച് ആള് മരിച്ചു പോയി. എന്താ പറ്റി? പുള്ളി ഇവിടെ നമ്മുടെ ഇവിടെ ആയിരുന്നില്ലല്ലോ, അത് വേറെ പുറത്തെന്തോ ആയിരുന്നു. ഇതേപോലെ തന്നെ പുള്ളിയുടെ ജീവിതത്തില് ഡാർക്കാണ്. പുള്ളിയുടെ അച്ഛൻ മരിച്ചപ്പോ ഇതേപോലെ ഒരാള് പറഞ്ഞത് അച്ഛൻ പോയിന്ന്. അപ്പൊ അതുപോലെ തന്നെയാണ് ഗോവിന്ദ് പറയണത്, ആ ക്യാരക്ടർ ചെയ്യാതിരുന്ന ആക്ടർ പോയിന്ന് പറഞ്ഞു. പുള്ളി അയ്യോ അതെപ്പോ സംഭവിച്ചു? പുള്ളി വിചാരിച്ചത് ആ ആള് മരിച്ചു. അങ്ങനല്ല. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പെട്ടെന്ന് ചോദിച്ചു, എടാ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതിനെ കുറിച്ച് ആലോചിച്ചാ ചിലപ്പോ എസ്സോ നോയോ ഒന്നും പറയാൻ പറ്റില്ല, എസ് ചേട്ടൻ തന്നെ ഓക്കെ. അപ്പൊ അതേപോലെയാണ് കുറെ ഭയങ്കര രസമുള്ള പടമാണ്. കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ മഴയായിരുന്നു. കേരളത്തിലെ എല്ലാ പടവും നിർത്തി വെച്ചേക്കായിരുന്നു. ദാവീദ് മാത്രം അന്ന് ഷൂട്ട് ചെയ്തത്. അപ്പൊ ആ യൂണിറ്റുകാരൊക്കെ കോട്ടൊക്കെ ഇട്ടിട്ട് ശരിക്കും ആ ലൈറ്റൊക്കെ പിടിച്ച് നിന്നത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം അതായത് അപ്പൊ ഞാൻ വിശ്വസിച്ചിരുന്നത് ഇപ്പൊ നമ്മുടെ സ്ട്രഗിള് പേ ഓഫ് എന്ന് പറയുന്നത് ഒരു സക്സസ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ദ ഫസ്റ്റ് ഡേ ഓഫ് ദാവീദ്. പക്ഷെ ഇപ്പം ദാവീദ് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ സ്ട്രഗിൾ ഇസ് മൈ ചോയ്സ്. അതിനെക്കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ല. ആ സ്ട്രഗിളിന്റെ പേ ഓഫ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ക്രൂ ആയിരുന്നു. എൻ്റെ ആളിയാ ഞാൻ ശരിക്കും ഭയങ്കര സന്തോഷത്തിൽ എൻ്റെ കിക്ക് അതായിരുന്നു. അതായത് എൻ്റെ അടുത്ത് അവർ ഒരു വട്ടം പോലും നോ പറഞ്ഞിട്ടില്ല. ഞാൻ ആക്ച്വലി ഒരു ബസ് വന്നിട്ട് ആ ബസ്സിൽ റിഗ് വന്നില്ല. ഞാനിങ്ങനെ റിഗ് ഷോട്ട് വേണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ മിന്നൽ ബാബുവേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, മോനെ ബസ്സിൻ്റെ മേളിൽ ഞാൻ ജിബിടട്ടേടാന്ന്, ഓടുന്ന ബസ്സിൻ്റെ ഉള്ളു ഞാൻ ഇട്ട് കാണിച്ചിടാന്ന്. ലിറ്ററലി അയാൾ അത് ഇട്ട് കാണിച്ചെന്നെ. എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ അടുത്ത് ഇത്രയും കിക്കാസ് പേഴ്സൺസ് ആണ് എൻ്റെ കൂടെ വർക്ക് ചെയ്തത്. ഫുൾ മഴയത്ത് കംപ്ലീറ്റ് യൂണിറ്റുകാരും താഹിറിൻ്റെ യൂണിറ്റാണ് വർക്ക് ചെയ്തത്. ഒരു ഫുൾ മഴയത്ത് ആ ലൈറ്റും പിടിച്ച് നിന്നിട്ടാണ് അതിലൊരു ക്രൂഷ്യൽ സീൻ ഷൂട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് തോന്നി അവരോട്. So that's a moment I put directed by Govind, not a film by Govind, because they made this possible. അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അതായിരുന്നു എൻ്റെ സ്ട്രഗിൾസിന്റെ പേ ഓഫ്. അപ്പൊ ആ ഹോൾ ടീമിന് ഇത് ജനങ്ങൾ ഇത് ഏറ്റെടുക്കട്ടെ. അതെ. അപ്പൊ എല്ലാരും ചോദിക്കുന്ന പോലെ ദാവീദ് ഇപ്പൊ ഒരു ഇടി പടം മാത്രമാണോ, അതോ ഇതില് കൂടുതൽ ഇമോഷണൽ ഒരു ട്രാക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ സീക്രട്ട് ആണോ? പക്ക ഒരു ഫാമിലി ഇമോഷൻ പ്ലസ് ഒരു സ്പോർട്സ് മൂവി, ഒരു എന്റർടൈനർ എന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞു തമാശകൾ അതെല്ലാം അങ്ങനത്തെ ഫീലിങ്സും എല്ലാം ആയിട്ട് പോകുന്ന ഒരു സിനിമ. എന്നാൽ ലാസ്റ്റ് നല്ലൊരു ബോക്സിങ്ങിന്റെ ഒരു പരിപാടിയൊക്കെയുള്ള ഒരു സിനിമ. ഇപ്പൊ വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു ലെജൻഡ് അല്ലെങ്കിൽ ആക്ടർ സെറ്റിൽ വന്നപ്പോൾ ചേഞ്ചസ് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ വർക്ക് ചെയ്തപ്പോ? എനിക്ക് അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അടുത്തത് പെപ്പി പറയൂ. അല്ല, ഇങ്ങനെ പുള്ളി ഭയങ്കര സിമ്പിൾ മനുഷ്യൻ. ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞവര് തന്നെ മറ്റേ ആർമി ഓഫീസർ മറ്റേ ക്യാമ്പിലേക്ക് വരുന്ന ഫീലിംഗ് ആയിരുന്നു എനിക്ക്. പക്ഷെ പുള്ളി വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര പാവം മനുഷ്യനാണ്. നമുക്ക് പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്നുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ടിപ്സ് പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അല്ലാണ്ട് നമ്മുടെ അടുത്ത് ഒരിക്കലും കമാൻഡ് ചെയ്യില്ല നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നന്നാവും എന്ന് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ പിന്നെ എല്ലാ പേഴ്സണലി സംസാരിക്കാറുണ്ട്, പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. നല്ല കമ്പനി ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അച്ഛൻ്റെ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ പോലെ അങ്ങനെ പുള്ളി എന്നെ ടേക്ക് കെയർ ചെയ്ത് നടത്തി. ഇതിനകത്ത് ക്യാരക്ടർ എങ്ങനെയാണോ ചെയ്യണേ അതുപോലെ തന്നെ റിയൽ ലൈഫിൽ അങ്ങനെ തന്നെ പുള്ളി ഉള്ള കാലം അങ്ങനെ ഇപ്പോഴും ആ ഒരു ബന്ധമുണ്ട് കൂട്ടുകാരനായിട്ട്. അതെ, ശരിക്കും ഞാൻ നമ്മളൊക്കെ ടിവിയിൽ ഇവരുടെ പണ്ടത്തെ സിനിമകളും പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ഇവർ നേരിട്ട് കാണുമ്പോൾ അതിൽ അന്നത്തെ കഥകള് അങ്ങനത്തെ കഥകളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഏതാ? എനിക്ക് റാഞ്ചുറാവ് സ്പീക്കിംഗ് ആണ് എന്റെ മനസ്സിൽ. മറ്റേ വില്ലനായിട്ട് ആ ലുക്കും അത് അപ്പൊ ആ ഒരു ഇതിലാണല്ലോ നമ്മള് കാണണേ. ദൈവമേ, ഇത്രയും ഇതായിട്ടുള്ള ഒരാളാണെന്നുള്ള രീതിയിലുള്ള കാണണേ. ഇപ്പൊ ഞാൻ ശരിക്കും ലുക്കിന് ട്രോള് മേടിച്ചോണ്ടിരിക്കുക. നന്ദിയുണ്ട്. കാര്യം വെച്ചാ ഇപ്പൊ പേര് ഇപ്പൊ നമ്മൾ ആഷിക്ക് പോകുന്ന കേട്ടോ. അപ്പൊ തൊട്ട് മുമ്പ് ഇറങ്ങിയ പടം ആഷിക്കേട്ടന്റെ പടമായിരുന്നു ഇത്. അതില് സെയിം ലുക്കാ. അപ്പൊ അതൊരു ട്രോള് വന്ന് ദാവീദിന്റെ ഡയറക്ടർ ആഷിക് അബു
മറ്റേ പുള്ളിനെ അനക്കട്ടെ ഞാൻ കൊണ്ടുപോക്കണം. അപ്പൊ ഞാൻ ലുക്കിന് മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ആക്ച്വലി എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് പിടിച്ചത് സാറിന്റെ ഏതെങ്കിലും ക്യാരക്ടർ മതി എന്ന് പറഞ്ഞത്. കാരണം ആ ക്യാരക്ടറായിട്ടാണ് ഞാൻ ആളെ കണ്ടത്. ഞാൻ ആളെ ആദ്യമായിട്ട് കഥ പറയാൻ പോകുമ്പോഴാണ് നേരിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര എനിക്ക് ആ ഫാൻ ബോയ് മൊമെന്റ് ഉണ്ടായിരുന്നു പുള്ളി വരുമ്പോൾ. എനിക്കത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ ആന്റണിയും പുള്ളിയും കൂടെ ഭയങ്കര ചർച്ചയാണ്. ഞാൻ സൈഡിലൊക്കെ പോയി ഒന്ന് കേൾക്കുക, ആക്ടിങ് ക്ലാസ് കിടക്കുക. അതായത് പുള്ളി ഇട്ടാ എനിക്ക് ഒരു തേങ്ങ അറിയാൻ പാടില്ല. വേറെ കാര്യം പുള്ളി എനിക്ക് പറഞ്ഞു തന്നതാ. ഞാൻ ഓരോ സംശയങ്ങളും ചിലത് മണ്ടത്തരങ്ങളായിരിക്കും, പുള്ളി ഇങ്ങനെ നോക്കും, എല്ലാം പറഞ്ഞുതരും പുള്ളി. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പുള്ളി പറഞ്ഞുതരും. പിന്നെ പുള്ളി പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് കുറച്ചുകൂടി നല്ലത്. എന്നോട് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. റിയാക്ഷൻ എന്താ? എന്റെ പൊന്നു കൂട്ടോ. ബാക്കി ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഇവര് കൂടാതെ നമ്മുടെ മോ ഇസ്മയിൽ ആണ് ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആള് ഈജിപ്ഷ്യൻ അമേരിക്കൻ ആക്ടറാണ്. കാസ്റ്റിംഗ് ഏജൻസി വഴിയാണ് നമ്മൾ കാസ്റ്റ് ചെയ്തത്. ആള് വന്നു, ആള് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിനെ ലിഫ്റ്റ് ചെയ്ത് അടുത്ത ലെവൽ സ്റ്റീൽ ചെയ്ത്. എനിക്ക് തോന്നുന്നു നിങ്ങളെ ടീച്ചറിൽ കണ്ടില്ലേ, ടീച്ചർ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മളെ ടീച്ചറിൽ ട്രൈ ചെയ്തത്. പക്ഷെ അതിനുള്ള വർത്തുണ്ട്. സ്ക്രീനിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന നെറ്റിപ്പട്ടം കെട്ടി വന്നു കൊണ്ടിരിക്കും. കൊള്ളാം. സാലു എന്റെ അടുത്ത് പറയടേ, ഇതിപ്പോ എം ടി സ്പേസ് ഇല്ലല്ലേ, കുറച്ചുകൂടെ പുറകിലോട്ട് വെക്കട്ടെ ക്യാമറ. 12 പാക്ക് എന്തോ. പിന്നെ പുള്ളിയുടെ വോയിസ് എന്റെ അമ്മ ഒരു ഗംഭീരമുള്ള വോയിസാ. അതെ, പുള്ളി വന്ന് ഡാന്ന് വിളിച്ചാൽ തന്നെ ഡാന്ന് വിളിക്കുന്നില്ല, ഇംഗ്ലീഷേ യൂസ് ചെയ്യുന്നത്. എന്നാലും നമ്മള് ഓക്കെ എനിക്ക് ഓക്കെ, റീടേക്ക് ഇല്ല അവിടെ. അപ്പൊ എന്താണെങ്കിലും വളരെ സന്തോഷം. ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ടീമായിരുന്നു, അത്രയും ഡേയ്സ് ആയിരുന്നു എന്നുള്ളത് നിങ്ങളുടെ സംസാരത്തിലൂടെ തന്നെ ഭയങ്കര എവിഡന്റ് ആണ്. സോ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് സിനിമയെ പറ്റി പറയാനുള്ളത്? പറഞ്ഞോ, ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു. സിനിമയെ കുറിച്ച് പറയാനുള്ളത്, ഇത് നമ്മള് ടീച്ചർ കണ്ട പോലെ ഒന്നും ഒരു ബോക്സിംഗ് പടം അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഡ്രാമ മാത്രമൊന്നും അല്ല. ഇതില് ഫാമിലി ഇമോഷൻസ് നമ്മൾ കുറെ പറയുന്നുണ്ട്. ഒരു ക്യൂട്ട് ഫാമിലി ഡ്രാമയും കൂടിയാണ് ഈ പടം. അപ്പൊ എല്ലാവർക്കും, എല്ലാ ഫാമിലീസിലും അബുവിനെ പോലെയോ ഷെറിനെ പോലെയോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും, എല്ലാ ഫാമിലീസിനും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബോക്സിങ്ങിന്റെ കാര്യം പിന്നെ പറയണ്ട, യങ്സ്റ്റേഴ്സിനൊക്കെയും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അതുകൊണ്ട് എല്ലാവരും ഫെബ്രുവരി 14 മുതൽ ഒരുപാട് അങ്ങോട്ട് നീണ്ടു പോവാതെ തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഇപ്പൊ എല്ലാരും പെപ്പേന്ന് വിളിക്കുന്നത് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ബാക്കി ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ബാക്കി ക്യാരക്ടേഴ്സ് അങ്ങോട്ട് രജിസ്റ്റർ ആവുന്നില്ലേ, ഇപ്പോഴും ആ പെപ്പയില് കുടുങ്ങി കിടക്കുകയാണോ, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആൾക്കാര് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ദാവീദ് വിളിക്കണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട്. ഭയങ്കര ഇഷ്ടം. എനിക്ക് ആ ക്യാരക്ടറിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. കാരണം ബൈബിളിലുള്ള കഥയല്ലോ, ഒരു അണ്ടർഡോഗ് പോലത്തെ ഒരാള് വന്നിട്ട് ഒരു കൺട്രിയുടെ വലിയൊരു ഇതിന്റെ രാജാവാവണ ഒരു കഥയാണത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ പണ്ട്, അതിപ്പോ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, 2018 17 ഞാൻ സിനിമയിൽ വന്നിട്ട് ഏതോ ഒരു പാതിരാത്രി ഞാൻ ഇങ്ങനെ ദാവീദിന്റെ ഒരു പണ്ടത്തെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിരുന്നു. അതെടുത്തിട്ടിട്ട് ഇംഗ്ലീഷിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അപ്പൊ വേറെ ഒരുത്തിനെ കൊണ്ട് എനിക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പേര് ദാവീദ് ആക്കുമെന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു പോസ്റ്റ് 2018 ഇട്ടിട്ടുണ്ട്. 2025 അത് എന്താന്ന് എനിക്കറിയാൻ പാടില്ല, എന്റെ തേങ്ങയാന്ന് അറിയാൻ പാടില്ല. 2025 ഇവര് കഥ എഴുതി തുടങ്ങിയത് 2021 കഥ എഴുതി തുടങ്ങിയത്. അത് ഇങ്ങനെ 2025 എന്തോ സംഭവിക്കാൻ പോകുന്നു. ഇനി പറയാൻ പറ്റില്ല, ചിലപ്പം അന്ന് എഴുതിയതുപോലെ പ്രവചനം എങ്ങനെയാണോ അറിയില്ല. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു.